ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈം. മീൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് നമ്മൾ തിരുത കൊണ്ട് നല്ലൊരു അടിപൊളി മസാല ഉണ്ടാക്കുകയാണ്. അത് ഓവനിൽ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒത്തിരി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ നല്ലൊരു ജ്യൂസി ആയിട്ടുള്ളൊരു നല്ല അടിപൊളി മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടി നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ ഇതാ കട്ട് ചെയ്ത് നല്ല ഒരു സ്റ്റൈലായിട്ട് കട്ട് ചെയ്യുള്ളൂ. നന്നായിട്ട് കട്ട് ചെയ്ത് നമ്മൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് മസാല തയ്ക്കാനായിട്ട് റെഡിയാക്കി. പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ അതിൻ്റെ കുടലും എല്ലാ കാര്യങ്ങളും നമ്മൾ വൃത്തിയാക്കി കളഞ്ഞ് അടിപൊളിയായിട്ട് വാഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് മസാല അരയ്ക്കാം കേട്ടോ. അതിനുവേണ്ടി ചെറുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാ സാധനങ്ങളും റെഡിയുണ്ട്. അതിനുവേണ്ടി ചെറുള്ളി ഞാനൊരു ഇത്തിരി എടുത്തു കേട്ടോ. ഗാരൽ, വെളുത്തുള്ളി, പച്ചമുളക്, നാടൻ പച്ചമുളക് ഉണ്ടെങ്കിൽ നാടൻ പച്ചമുളക് ഇടണം. ഇഞ്ചി, ഞാൻ കുറച്ച് ഇരുമ്പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇരുമ്പുളി, വേപ്പില, പച്ചമുളകിന് എരിവ് അഡ്ജസ്റ്റ് ചെയ്തിടണേ. ഞാനൊരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ടു. മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണ്, പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ ഒരു സ്പൂണ്, ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ഉപ്പും അരമുറി തേങ്ങ അരച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 30 ml 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വെള്ളം നമുക്ക് വേണ്ട, നമുക്ക് കട്ടിയുള്ള മസാല വേണം. അപ്പോൾ എന്താ വെച്ചാൽ ഹാഫ് ലെമണും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇരുമ്പുള്ളി ഇട്ട കാരണം നല്ല പുളി ഉണ്ടായിരിക്കും. മസാല അടിപൊളി ഒരു മഞ്ഞ മസാലയാണ് കേട്ടോ. ചുവപ്പ് മസാലയല്ല, മഞ്ഞ മസാല. ഇത് നമുക്കൊന്ന് പുരട്ടി കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ നമ്മുടെ ഫ്രിഡ്ജിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി മസാലയായി കിട്ടിയാണ്. ഞാൻ ഇത് തേച്ചപ്പോൾ തന്നെ കുക്ക് ചെയ്യാണ്. അപ്പോൾ ഉപ്പ് അല്പം നമ്മൾ കൂടുതലിടണം. നമ്മളൊരു ജ്യൂസി ആയിട്ട് ഒരു ഭക്ഷണത്തിൻ്റെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, അല്ലെങ്കിൽ പിന്നെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണില്ല. അതിൽ വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് നമ്മൾ ഓവനിൽ ഏകദേശം ഒരു 50 മിനിറ്റോളം നമുക്ക് ഓവനിൽ കുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. അതിന് നന്നായിട്ട് പൊതിഞ്ഞ് നമ്മൾ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് നമ്മുടെ ഓവനിൽ അങ്ങോട്ട് വയ്ക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാം. ആദ്യം നമ്മുടെ ഇലയിൽ നന്നായിട്ട് പൊതിഞ്ഞ് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഓവനിലാണ് വയ്ക്കുന്നത് കേട്ടോ. ഒരു 200 ഡിഗ്രി ചൂടിലാണ് നമ്മൾ വയ്ക്കുന്നത്. 200 ഡിഗ്രി ചൂടിൽ 2 പ്രാവശ്യമായിട്ട് വയ്ക്കണം. നമ്മൾ 25 മിനിറ്റ് വെച്ച് നമ്മൾ ഫോയിലൊക്കെ മാറ്റി പിന്നെ ഇലയിൽ വയ്ക്കണം. 2 പ്രാവശ്യമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് വെന്തോളൂ കേട്ടോ. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ആയിട്ടാണ്. നല്ല ജ്യൂസിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. അതല്ല ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കണം കേട്ടോ. ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ലോ ഫയറിനായിട്ടുള്ള സ്ലോ കുക്കിങ്ങിൽ നമുക്ക് ഓപ്പൺ ചെയ്തും വെച്ചെടുക്കാം. ഞാനൊരു ജ്യൂസി ആയിട്ടുള്ള മസാലയൊക്കെ നിറങ്ങി നല്ല ടേസ്റ്റുള്ള തേങ്ങയൊക്കെ അരച്ച് തേങ്ങയുടെ കൂടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർന്നിട്ട് അത് വെന്ത് കിട്ടുമ്പോഴത്തെ ടേസ്റ്റ് അടിപൊളിയാണ്. പുളിക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഇരുമ്പുളിയാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഇല ഒഴിവാക്കി, എന്നിട്ട് വീണ്ടും വെക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ അത്. അതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. ഒരു വൈറ്റ് ഫിഷാണല്ലോ, വളരെ സോഫ്റ്റ് ഫിഷാണ് മള്ളറ്റ് അല്ലെങ്കിൽ തിരുത. കണമ്പെന്നും പറയും കേട്ടോ. ഇതൊരു കണമ്പായിട്ട് അല്പം ഒരു സാമ്യതയുള്ള ഒരു ഫിഷ് തന്നെയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് വെന്ത് കിട്ടി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലതാണ്. മസാലയ്ക്ക് ശരിക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലേവർ, ഇവിടെ ആകെ നല്ല ഫ്ലേവറുണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഓയിലിൻ്റെ അംശം കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ സ്വന്തം ഫാറ്റ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. നല്ല മണമുള്ള ജ്യൂസി ഒരു ഐറ്റം. ഒന്ന് ഡ്രൈ ആവാൻ ഒരു 10 മിനിറ്റ് കൂടി വയ്ക്കണം കേട്ടോ. ഏകദേശം 50 മിനിറ്റ് കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് കൂടി വെച്ച് 55 മിനിറ്റ് നമ്മളെടുത്തു. ഇനി അങ്ങോട്ട് പ്ലേറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സലാഡ് കൂടി നമുക്ക് കഴിക്കാം. അപ്പോൾ അടിപൊളി ഒരു ഐറ്റമാണ്. തീർച്ചയായും നിങ്ങൾ ഇതുപോലുള്ള ഐറ്റം നമ്മുടെ ചാനലിലുണ്ട്, കാണണം. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ അടിപൊളി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 50 മിനിറ്റ് ആണ്. ഏകദേശം 1 കിലോ ഫിഷാണ് കേട്ടോ. അത് 900 ഗ്രാമുണ്ട്. അപ്പോൾ മുള്ളധികം ഇല്ലാത്തൊരു ഫിഷാണ്. തീർച്ചയായും നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു ടു എവരിബഡി. സജീസ് ഫ്ലവർ ടൈം. ബൈ. എൻജോയ് ദ ലൈഫ്.